നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി SIET പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. നാം വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കുന്ന അറിവുകൾ ഭാവിയിൽ ഇടപഴകുന്ന തൊഴിൽ മേഖലകളിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന ചിന്തയാണ് തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം എന്ന ആശയത്തിലേക്ക് നയിച്ചത്. ഈ ആശയത്തിൻ്റെ ആവിഷ്കാരത്തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗവേഷണ സ്ഥാപനമായ SCERT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷി, ഇലക്ട്രോണിക്സ്, ഫിനാൻഷ്യൽ ലിറ്ററസി, മീഡിയ, വീഡിയോഗ്രാഫി, പ്ലംബിംഗ്, ഡിസൈൻ തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിലാണ് ഈ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെ അധികരിച്ചുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ SIET തയ്യാറാക്കി കഴിഞ്ഞു. ഈ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം നിർവഹിക്കാൻ സാധിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തൊഴിൽ ശേഷി കൂടിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഈ പദ്ധതി ഏറെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. SIET തയ്യാറാക്കുന്ന ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം ഫലപ്രദമായി നടപ്പാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കുട്ടികളെ, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ തൻ്റെ കമ്പ്യൂട്ടറിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കൂ. ഇദ്ദേഹം ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയാണ്. സ്കൂളിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ പ്രചാരണ ചുമതല ഈ കൂട്ടുകാരനും ടീമിനുമാണ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കാനുള്ള പോസ്റ്ററാണ് തയ്യാറാക്കുന്നത്. ഇതുമാത്രം പോരാ, ബ്രോഷറുകളും സ്കൂളിലെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പ്രചരിപ്പിക്കാനുള്ള ഡിജിറ്റൽ പതിപ്പുകളുമൊക്കെ ഇവരുടെ ടീം തയ്യാറാക്കണം. ശരി, നമ്മുടെ കൂട്ടുകാരൻ ജോലി തുടരട്ടെ. നമുക്ക് പോസ്റ്ററുകളെക്കുറിച്ച് ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ? ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന മിനിമലിസം എന്ന ആശയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡിസൈൻ ഘടകങ്ങൾ കഴിയുന്നത്ര മിതപ്പെടുത്തി ആശയം കൃത്യമായി പകർന്നു കൊടുക്കുക എന്നതാണ് മിനിമലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മാത്രമല്ല, ചിത്രരചന, ആർക്കിടെക്ചർ, ഫാഷൻ തുടങ്ങി ജീവിതശൈലിയിൽ വരെ ഈ ആശയം പ്രകടമാണ്. പൂക്കൾ നമ്മുടെ കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചയാണ്, അല്ലേ? ഒറ്റയ്ക്കായാലും കൂട്ടമായിരുന്നാലും പൂക്കൾക്ക് ഭംഗിയുണ്ട്. എന്നാൽ വെറുതെ കൂട്ടിവെക്കുന്നതിന് പകരം പൂക്കളെ മനോഹരമായി ഇതുപോലെ അടുക്കി ഒരു ക്രമത്തിൽ വയ്ക്കുമ്പോൾ ആ പുഷ്പ അലങ്കാരത്തിൻ്റെ ആകർഷണീയത പല മടങ്ങ് വർദ്ധിക്കുന്നു. കലാപരമായ ഇത്തരം മികവ് എല്ലാ ഡിസൈനിങ് രംഗങ്ങളിലും സാധ്യമാണ്. ഉദാഹരണത്തിന്, നമ്മൾ തയ്യാറാക്കുന്ന ഒരു പോസ്റ്ററിൽ ധാരാളം ഘടകങ്ങളെ ഉൾപ്പെടുത്തിയാൽ പ്രധാന ആശയം അവ്യക്തമായി പോയേക്കാം. മാത്രമല്ല, പോസ്റ്റർ ഒട്ടും ആകർഷണീയമായിരിക്കുകയുമില്ല. വായനക്ഷമതയും കുറഞ്ഞു പോയേക്കാം. അതുകൊണ്ട് നിറങ്ങൾ, ഫോണ്ടുകൾ, ചിത്രങ്ങൾ എന്നിവയുടെ എണ്ണം പരിമിതപ്പെടുത്തി പ്രധാന ആശയത്തെ ഫോക്കസ് ചെയ്തു വേണം പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ. അങ്ങനെ ആകർഷകമായി തയ്യാറാക്കുന്ന പോസ്റ്ററുകൾക്ക് കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അതിലൂടെ പ്രധാന ആശയം വളരെ നന്നായി വിനിമയം ചെയ്യാനും സാധിക്കും. ഈ പോസ്റ്ററുകൾ നോക്കൂ. ഇവയിൽ ഏതാണ് പ്രൊഫഷണൽ മികവ് പുലർത്തുന്ന ഡിസൈൻ എന്ന് പറയാമോ? ഉയർന്ന നിലവാരത്തിലുള്ള
പഠന നേട്ടങ്ങൾ നൽകുന്നതിനും സമൂഹത്തിനും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വിജയകരമായ സംഭാവനകൾ നൽകുന്നതിനും കുട്ടികളെ ICT കഴിവുകളിൽ സജ്ജരാക്കുക എന്നത് അനിവാര്യമാണ്. തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസ മേഖലയിലും ICTക്ക് വളരെ വലിയ പങ്കാണുള്ളത്. ഉദാഹരണത്തിന് ഗ്രാഫിക് ഡിസൈനിംഗ് പോലെയുള്ള തൊഴിൽ മേഖലകളിൽ കുട്ടികൾക്ക് ചെറുപ്പകാലത്ത് തന്നെ പരിശീലനം നൽകാൻ കഴിയും. സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സ്വതന്ത്ര മേഖലകളിൽ പരിശീലനം നൽകുന്നത് അവരുടെ ഭാവി ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാകും. പോസ്റ്റർ തയ്യാറാക്കുന്നതിന് ഒരു ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാം. കൂടാതെ ജെംബ്, സ്ക്രൈബസ്, കൃത തുടങ്ങിയ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കാം. ഇവ കൂടാതെ ധാരാളം സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകളും ഇന്ന് ഡിസൈനിങ്ങിന് ലഭ്യമാണ്. ഇനി നമുക്ക് ഒരു പോസ്റ്ററിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തലക്കെട്ട്. ഇതാണ് പോസ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിനിമയം ചെയ്യുന്നത്. ആകർഷകമായ വലിപ്പം കൂടിയ ഫോണ്ട് ഉപയോഗിച്ച് തലക്കെട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ഫോണ്ട്, എന്താണ് ടൈപ്പ് ഫേസ് എന്ന് കൂട്ടുകാർക്കറിയാമോ? അച്ചടിയിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ വിവിധ തരത്തിലുള്ള രൂപങ്ങളെ ടൈപ്പ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ കാണുന്നത് രേവതി എന്ന മലയാളം ടൈപ്പ് ഫേസ് ആണ്. ഇത് ഇന്ദുലേഖ എന്ന ടൈപ്പ് ഫേസ് ആണ്. ഒരു ടൈപ്പ് ഫേസ് ഫാമിലിയിൽ അക്ഷരങ്ങൾ മാത്രമല്ല, അതേ ശൈലിയിലുള്ള അക്കങ്ങളും ചിഹ്നങ്ങൾ അഥവാ സിംബലുകളും മറ്റ് ക്യാരക്ടറുകളും ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക ടൈപ്പ് ഫേസിൻ്റെ ശൈലി വ്യത്യാസങ്ങൾ, വലിപ്പം എന്നിവയാണ് ഫോണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പോസ്റ്ററിലെ അടുത്ത ഘടകമാണ് ചിത്രങ്ങൾ. ആളുകളെ ആകർഷിക്കുന്ന തരം ഫോട്ടോഗ്രാഫുകൾ, ചിത്രീകരണങ്ങൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പോസ്റ്ററിന്റെ ബോഡി. ഇവിടെയാണ് തലക്കെട്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. രൂപങ്ങൾ അഥവാ ഷേപ്പുകൾ. ശ്രദ്ധ ആകർഷിക്കുവാനും പോസ്റ്ററിന് ഭംഗി നൽകുവാനും പലതരം ഷേപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. ചതുരം, വൃത്തം എന്നിങ്ങനെ പല രൂപങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു പോസ്റ്ററിലെ പ്രധാന ഘടകങ്ങൾ നമ്മൾ പരിചയപ്പെട്ടുവല്ലോ. ശരി, ഒരു മികച്ച പോസ്റ്റർ തയ്യാറാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, ഏത് മാധ്യമത്തിനു വേണ്ടിയാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത് എന്നും എന്തു വലിപ്പമാണ് വേണ്ടത് എന്നും തീരുമാനിക്കണം. അച്ചടിക്കായി തയ്യാറാക്കുന്ന പോസ്റ്ററുകൾ സാധാരണ A4, ലെറ്റർ സൈസ്, ടാബ്ലോയിഡ് സൈസ് എന്നീ വലിപ്പത്തിലായിരിക്കും. ഓരോന്നിൻ്റെയും വലിപ്പം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. വലിയ ഹോർഡിങ്ങുകൾക്കും ബോർഡുകൾക്കും മറ്റും അതിനനുസൃതമായ പോസ്റ്ററുകൾ തയ്യാറാക്കണം. സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുമ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനും അനുയോജ്യമായ സ്റ്റാൻഡേർഡ് അളവുകളിൽ നൽകണം. വിവിധ പ്ലാറ്റ്ഫോമുകൾക്ക് യോജിച്ച പിക്സൽ അളവുകളും ആകൃതി അനുപാതവും നൽകിയിരിക്കുന്നത് നോക്കൂ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അച്ചടിക്കായി തയ്യാറാക്കുന്ന പോസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾക്ക് മികച്ച ഗുണനിലവാരം ഉണ്ടായിരിക്കണം എന്നതാണ്. അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തു വരുമ്പോൾ വ്യക്തതയും ഭംഗിയും നഷ്ടപ്പെട്ടു പോകും. പോസ്റ്ററിലെ ആശയം എളുപ്പത്തിൽ വ്യക്തമാക്കാൻ കഴിയണം. സങ്കീർണമായ ശൈലിയും ഭാഷയും മറ്റും ഉപയോഗിക്കുന്നത് നല്ലതല്ല. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മിനിമലിസ്റ്റ് ഡിസൈൻ ശൈലിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോസ്റ്ററിലെ ദൃശ്യഘടകങ്ങൾക്കിടയിലുള്ള ഒഴിഞ്ഞ ഭാഗങ്ങളെ വൈറ്റ് സ്പേസ് എന്നാണ് വിളിക്കുന്നത്.
ധാരാളം വൈറ്റ് സ്പേസ് നൽകി വളരെ കുറച്ച് ലളിതമായ ഘടകങ്ങൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. വിഷയത്തിന് അനുസരിച്ചുള്ള ടൈപ്പ് ഫേസ് വേണം ഉപയോഗിക്കാൻ. അതായത് ഗൗരവമുള്ള ആശയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത അലങ്കാരമുള്ള ടൈപ്പ് ഫേസുകൾ ഒഴിവാക്കണം. ഈ വിഷയത്തിന് ഈ ഡിസൈൻ ശരിയാകുമോ എന്ന് നോക്കൂ. എന്നാൽ ഇത് കുറച്ചുകൂടി യോജിക്കും, അല്ലേ? പോസ്റ്ററിൻ്റെ ഡിജിറ്റൽ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവ ഏതെങ്കിലും ഒരു ഫയൽ ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മൾ തയ്യാറാക്കിയ പോസ്റ്ററിൻ്റെ പ്രത്യേകത, ഉപയോഗം, ഏതു മാധ്യമത്തിലാണ് അത് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ പരിഗണിച്ച് അതിന് അനുയോജ്യമായ ഒരു ഫയൽ ഫോർമാറ്റ് തിരഞ്ഞെടുക്കാം. ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ചില ഫയൽ ഫോർമാറ്റുകളും അവയുടെ മേന്മകളും പരിമിതികളും നോക്കൂ. കൂട്ടുകാരെ, ഇനി നമുക്ക് ബ്രോഷറുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പല സ്ഥാപനങ്ങളും അവരുടെ സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ പരിചയപ്പെടുത്തിക്കൊണ്ട് വിവരങ്ങളും ചിത്രങ്ങളും അടങ്ങിയ ബ്രോഷറുകൾ പ്രസിദ്ധീകരിക്കാറുണ്ടല്ലോ. 4 പേജുള്ള 2 ഫോൾഡ്, 6 പേജുള്ള ട്രൈഫോൾഡ് എന്നീ മാതൃകകളാണ് ഏറെ പ്രചാരമുള്ള ബ്രോഷറുകൾ. നമ്മുടെ കൂട്ടുകാരൻ സ്കൂളിലേക്ക് വേണ്ടി ഒരു 2 ഫോൾഡ് ബ്രോഷർ തയ്യാറാക്കുകയാണ്. ഇതിൽ ചിത്രങ്ങളും വിവരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന വിധം പരിചയപ്പെട്ടതിനാൽ ബ്രോഷർ തയ്യാറാക്കാൻ നിങ്ങൾക്കേറെ എളുപ്പമായിരിക്കും. ബ്രോഷറിൻ്റെ തലക്കെട്ട് വളരെ ആകർഷകമായിരിക്കണം. ശ്രദ്ധ ആകർഷിക്കുന്ന ചിത്രങ്ങൾ കവർ പേജിലും ഉൾപേജുകളിലും നൽകണം. സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം മുതലായവ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നൽകുന്ന ഭാഗമാണ് ടെക്സ്റ്റ്. ഇത് ശ്രദ്ധാപൂർവം തയ്യാറാക്കണം. ഒരു ബ്രാൻഡ് പരിചയപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ ലോഗോ, പേര് തുടങ്ങിയവ നൽകണം. ലോഗോ ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കും. സ്ഥാപനത്തെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ, അതായത് ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, പോസ്റ്റൽ അഡ്രസ് തുടങ്ങിയവ ബ്രോഷറിൽ ഉണ്ടായിരിക്കണം. ഇനി ബ്രോഷർ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. അവതരിപ്പിക്കുന്ന വിവരങ്ങൾക്ക് അനുയോജ്യമായ കളർ പാറ്റേൺ വേണം തിരഞ്ഞെടുക്കുവാൻ. ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ നല്ല വ്യക്തതയുള്ളവയായിരിക്കണം. വലിപ്പം, ഫോർമാറ്റ് എന്നിവ നേരത്തെ തീരുമാനിക്കുക. അതുപോലെ ഏത് രൂപത്തിൽ മടക്കും എന്നും മുഖപേജ് ഏതായിരിക്കുമെന്നും മറ്റും ആദ്യമേ തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം പേജുകൾ ഡിസൈൻ ചെയ്യാൻ. കമ്പനികളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രത്യേക പരിപാടികളുടെയുമൊക്കെ ലോഗോ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. നിറങ്ങൾ, രൂപങ്ങൾ, ഫോണ്ടുകൾ എന്നിവയുടെ സഹായത്താൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രോഗ്രാമിൻ്റെയോ ഒക്കെ ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ദൃശ്യ ചിഹ്നമാണ് ലോഗോ. ചില ബ്രാൻഡുകളുടെ ലോഗോ വളരെ പ്രശസ്തമായിരിക്കും, അല്ലേ? ഈ കൂട്ടുകാരി സ്കൂൾ ചലച്ചിത്രോത്സവത്തിൻ്റെ ഒരു ലോഗോ തയ്യാറാക്കുകയാണ്. ശരി, എങ്ങനെയാണ് ഒരു മികച്ച ലോഗോ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ലളിതവും ഓർമ്മിക്കാൻ എളുപ്പമുള്ളതുമായിരിക്കണം ലോഗോ.
രൂപകൽപ്പന ചെയ്യാൻ പോകുന്ന ലോഗോ കൊണ്ട് എന്ത് സന്ദേശം അല്ലെങ്കിൽ മൂല്യങ്ങളാണ് കൈമാറാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം നിശ്ചയിക്കുക. ഒരു പേപ്പറിൽ ലോഗോയുടെ ആശയങ്ങൾ സ്കെച്ച് ചെയ്യണം. രൂപങ്ങൾ, നിറങ്ങൾ, ചിഹ്നങ്ങൾ ഇവയൊക്കെ അനുയോജ്യമായ രീതിയിൽ ഉൾപ്പെടുത്തുക. അനാവശ്യമായ ഘടകങ്ങളുണ്ടെങ്കിൽ നീക്കം ചെയ്ത് ലോഗോ കൂടുതൽ ലളിതവും എളുപ്പം മനസ്സിലാകുന്നതുമാക്കാൻ ശ്രമിക്കുക. ഇനി ഒരു ഗ്രാഫിക് ഡിസൈൻ ആപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലോഗോയുടെ ഡിജിറ്റൽ പതിപ്പ് നിർമ്മിക്കാം. പൂർത്തിയാക്കിയ ലോഗോ സഹപാഠികളെയോ മറ്റുള്ളവരെയോ കാണിച്ച് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യാവുന്നതാണ്. ലോഗോയിൽ ഉപയോഗിച്ചിരിക്കുന്ന രൂപങ്ങളുടെയും അക്ഷരങ്ങളുടെയും നിറങ്ങളും മറ്റ് പ്രത്യേകതകളുമൊക്കെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങളുടെ സ്കൂളിൽ റേഡിയോ ക്ലബ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് തുടങ്ങിയാലോ? നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് സാറ ഫാത്തിമ. പല സ്കൂളുകളിലും കുട്ടികൾ റേഡിയോ ക്ലബ്ബുകൾ വിജയകരമായി നടത്തുന്നുണ്ട്. ടിവിയും ഇന്റർനെറ്റും ഇല്ലാതിരുന്ന ഒരു കാലത്തെ പ്രധാന മാധ്യമമായിരുന്നു റേഡിയോ. ഇന്ന് റേഡിയോ മാധ്യമത്തിന്റെ കെട്ടും മട്ടുമൊക്കെ മാറിയിട്ടുണ്ട്. സാറ്റലൈറ്റ് റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോ, പോഡ്കാസ്റ്റിംഗ് എന്നീ രൂപങ്ങളിൽ റേഡിയോ ഇപ്പോൾ കൂടുതൽ ജനപ്രിയമാണ്. ഗ്രാമപ്രദേശങ്ങൾ, ആദിവാസി മേഖലകൾ, ഒറ്റപ്പെട്ട ജനവിഭാഗങ്ങൾ എന്നിങ്ങനെ വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് വിജ്ഞാനവും വിദ്യാഭ്യാസവും വിനോദവും ഒക്കെ കൈമാറാൻ റേഡിയോയ്ക്ക് കഴിയുന്നുണ്ട്. ഒരു റേഡിയോ പരിപാടിയുടെ റെക്കോർഡിങ്ങിന് കമ്പ്യൂട്ടർ, മൈക്രോഫോൺ, ഹെഡ്ഫോൺ, മിക്സർ കൺസോൾ, സ്പീക്കറുകൾ എന്നീ ഉപകരണങ്ങൾ വേണം. വലിയ വിലകൂടിയ ഉപകരണങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ സ്കൂളിലും മറ്റും ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചെറിയ തോതിലുള്ള റേഡിയോ പ്രോഗ്രാം നിങ്ങൾക്ക് നിർമ്മിക്കാം. പലതരം പരിപാടികൾ നിങ്ങൾക്ക് റേഡിയോ മാധ്യമത്തിലൂടെ നിർമ്മിച്ച് അവതരിപ്പിക്കാൻ കഴിയും. റേഡിയോ നാടകങ്ങളാണ് അതിലൊന്ന്. എന്താ, ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ഇഷ്ടമാണോ? കടലാണ് ആഴക്കടൽ. അവിടെ ഒരുപാട് കടൽ ജീവികൾ. അവർക്കിടയിൽ 2 കഥാപാത്രങ്ങൾ, ഒരു കുഞ്ഞുമീനും അതിൻ്റെ അമ്മയും. കുഞ്ഞുമീൻ ആലോചനയിലാണ്. അമ്മ മീൻ കുഞ്ഞുമീനെ ശ്രദ്ധിച്ചു നോക്കുന്നു. അമ്മേ, എന്താ കുഞ്ഞേ? അമ്മേ, എനിക്ക് കുറെ നാളായി ഒരു സംശയം. കുറെ നാളുകളോ? അതിന് നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ച് നാളുകളല്ലേ ആയുള്ളൂ. അമ്മയുടെ കാലമായിരിക്കില്ല എൻ്റെ കാലം. ഞാൻ ഈ കാണും കടൽ പുറ്റ് ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10-ലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാകും. നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ അല്ലേ അല്ല. എന്താ നിന്റെ പ്രശ്നം? എന്താണമ്മേ കടൽ? കടൽ എന്താന്നോ? അതെ, മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ. എന്നിട്ടും നീ ചോദിക്കാ എന്താണ് കടലെന്ന്. ഇതുകൂടാതെ റേഡിയോ സംഭാഷണം തയ്യാറാക്കാം. കരമനയാറ്റിലെ അരുവിക്കരയിൽ അണകെട്ടി വെള്ളം കുഴൽ വഴി വെള്ളയമ്പലത്തുള്ള വാട്ടർ വർക്സിൽ എത്തിച്ച് ശുദ്ധീകരിച്ച് പൈപ്പ് വഴി വീടുകളിലെത്തിച്ച ഈ പദ്ധതി പൂർത്തിയാക്കിയത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ്. അഭിമുഖങ്ങൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. പത്രങ്ങളിൽ നിന്നും മറ്റും വാർത്തകൾ ശേഖരിച്ച് വാർത്താ ബുള്ളറ്റിനുകൾ അവതരിപ്പിക്കാം. നമസ്കാരം കൂട്ടുകാരി, സ്കൂൾ റേഡിയോയിലേക്ക് സ്വാഗതം. വാർത്താ നേരം. ഇന്നത്തെ ചില പത്രവാർത്തകളാണ് ആദ്യം വായിക്കുന്നത് വൈഷ്ണവി. ഈ മാസം 7-ാം തീയതി വരെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയേക്കാൾ 2-3 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതലായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറെ നേരം വെയിൽ ഏൽക്കാതിരിക്കുവാനും
കൂടെ കൂടെ ധാരാളം വെള്ളം കുടിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ വലിയ പ്രചാരം നേടിയിരിക്കുന്ന ഒരു ഓഡിയോ മാധ്യമമാണ് പോഡ്കാസ്റ്റിംഗ്. ഒന്നോ അതിലധികമോ ആളുകൾ ഒരു വിഷയത്തെപ്പറ്റി ആഴത്തിൽ ചർച്ച ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ വളരെ ജനപ്രിയമാണ്. വിദ്ര സ്റ്റുഡൻസ് വോയിസ് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിവേദ്യ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ ലഹരി ഉപയോഗം. ഈ വിപത്തിൻ്റെ കാരണങ്ങളെയും പരിഹാര മാർഗങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെയും കുറിച്ച് പ്രമുഖരായ ചില വ്യക്തികൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പ്രധാന അധ്യാപികയായ ശോഭന ദേവി ടീച്ചറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്ത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഇത് വലിയൊരു സാമൂഹ്യ വിപത്താണ്. നമ്മുടെ സാമൂഹ്യ ഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം. ഈ വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് നമ്മുടെ കടമയായി ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തെ ഏറ്റവും വലിയ ലഹരിയായി ലോകത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിയണം. വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ കഴിയുന്ന ഓഡിയോ ഫയലുകളാണ് പോഡ്കാസ്റ്റുകൾ. പോഡ്കാസ്റ്റ് ചെയ്യുന്നവരെ പോഡ്കാസ്റ്റർ എന്ന് വിളിക്കുന്നു. ഒരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറും മൈക്രോഫോണും ഉപയോഗിച്ച് ആർക്കു വേണമെങ്കിലും ഒരു പോഡ്കാസ്റ്റർ ആകാം. ഈ ഓഡിയോ പ്രോഗ്രാമുകൾ സൗജന്യമായി യൂട്യൂബ്, സ്പോട്ടിഫൈ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകമെമ്പാടുമുള്ള ശ്രോതാക്കൾക്ക് ആസ്വദിക്കാനും കഴിയും. എങ്ങനെ ഒരു ഓഡിയോ പരിപാടി നിർമ്മിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ റെക്കോർഡ് ചെയ്യേണ്ട വിഷയത്തെപ്പറ്റി നന്നായി ഗവേഷണം നടത്തി കുറിപ്പുകൾ, സ്ക്രിപ്റ്റ് തുടങ്ങിയവ തയ്യാറാക്കണം. തുടർന്ന് അവ ഒരു ഓഡിയോ റെക്കോർഡറിലോ മൈക്രോഫോൺ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലോ റെക്കോർഡ് ചെയ്യാം. ഇനി ഒരു ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യണം. ഡിജിറ്റലായി ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ്. ഇതിലൊന്നാണ് ഓഡാസിറ്റി. ശബ്ദ ഫയലുകൾ ശേഖരിക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിലധികം ശബ്ദ ട്രാക്കുകൾ കൂട്ടിച്ചേർക്കാനും ഇതിൽ സൗകര്യമുണ്ട്. ഇന്ന് പ്രചാരത്തിലുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഉപയോഗിക്കാൻ കഴിയും എന്നത് ഇതിൻ്റെ ഒരു മേന്മയാണ്. പ്രധാനമായും 3 പ്രക്രിയകളാണ് സൗണ്ട് എഡിറ്റിംഗിൽ വേണ്ടിവരിക. സംഗീതം പോലെയുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർക്കൽ അഥവാ ഇൻസർട്ടിംഗ്, ശബ്ദത്തിൻ്റെ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യൽ അതായത് ഫെയ്ഡിംഗ്, അനാവശ്യ ഭാഗങ്ങൾ ഒഴിവാക്കൽ അഥവാ കട്ടിംഗ്. എഡിറ്റിംഗ് പൂർത്തിയായ ശേഷം പരിപാടി അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ശ്രദ്ധാപൂർവം കേൾക്കുക. പ്രമുഖരായ ചില വ്യക്തികൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ അവ ചെയ്ത് ഓഡിയോ ഫയൽ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. SIET തയ്യാറാക്കിയ ഈ വീഡിയോ പാഠഭാഗം നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലെ നിരവധിയായിട്ടുള്ള വീഡിയോകൾ, അനിമേഷനുകൾ, ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ എന്നിവ SIET തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു.